Hello everyone, welcome to English Flight. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഏറ്റവും കൂടുതൽ നമ്മൾ പാഴാക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് ടൈം അഥവാ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഒരാൾ വന്നിട്ട് നമ്മളോട് സമയം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാം, ഇറ്റ്സ് 8:20, 8:15, 8:30 എന്നൊക്കെയല്ലേ പറയാം. പക്ഷേ ഒരാൾ ഇംഗ്ലീഷിൽ വന്നിട്ട് വാട്ട്സ് ടൈം നൗ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് റിപ്ലൈ ആയിട്ട് ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ടൈം പറയുന്നതെന്ന് ഇന്ന് നമുക്ക് നോക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ടൈം പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. നോക്കിയാലോ. ഫസ്റ്റ് വൺ 8. ഇറ്റ് ഈസ് 8 o'clock. ഇനി ഒരു മെയിൻ കാര്യം നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, എന്താണ് നമ്മൾ 8 o'clock, അതായത് ഈ 9 o'clock അല്ലെങ്കിൽ 8 o'clock എന്നതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് 9 ഓഫ് ദ ക്ലോക്ക്, അതായത് ക്ലോക്കിലെ 9 മണി, ക്ലോക്കിലെ 8 മണി എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ഒ എന്നത് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഓഫിനെ ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ ഒ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഇപ്പോൾ അതൊരു പുതിയ അറിവായി കാണും എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 8:05 ആകുമ്പോൾ നമ്മൾ നോർമലി ഇറ്റ്സ് 8:05 now എന്ന് പറയാറുണ്ട്. ബട്ട് ആക്ച്വലി നമ്മൾ ഇതിനെ പറയേണ്ടത് ഇറ്റ് ഈസ് 5 past 8, അതായത് 8 മണി കഴിഞ്ഞിട്ട് 5 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് 8:10, അതായത് 10 past 8, 8 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെ 8:15 നമ്മൾ 15 past 8 എന്ന് പറയും. അതുപോലെ തന്നെ 8:20 20 past 8, അങ്ങനെ 25 25 past 8, ഇതുവരെ ഓർഡറിലാണ് പോകുന്നത്. അതായത് 5 past 8, 10 past 8, 15 past 8, 20 past 8, 25 past 8. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ. ഇനി 8:30 എന്ന് പറയുമ്പോൾ ഒരു സമയത്തിൻ്റെ പകുതിയാണല്ലേ, അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു, 30 minutes കഴിഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ 1/2 past 8 എന്നാണ് പറയുന്നത്. അതായത് 8 മണി കഴിഞ്ഞ് അരമണിക്കൂറൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു റിവേഴ്സ് ഓർഡറിലാണ് ഇനി പോകാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ എവിടെയാണോ നിർത്തിയത് അത് വീണ്ടും റീകണ്ടിന്യൂ ചെയ്യുക. അതായത് 8:30 കഴിഞ്ഞിട്ട് 8:35 നമ്മൾ 25 to 9, അതായത് 9 മണിയാകാൻ 25 മിനിറ്റ് കൂടി എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് 8:35 എന്ന് പറയുമ്പോൾ 9 മണിയാകാൻ ഇനിയും 25 minutes to 9, അതായത് 25 to 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 minutes to 9. അതുപോലെ തന്നെ 8:40 ആകുമ്പോൾ 20 to 9, 8:45 ആകുമ്പോഴോ 15 minutes to 9, അഥവാ 15 to 9, 8:50 ആകുമ്പോൾ 10 to 9, 8:55 ആകുമ്പോഴോ 5 to 9, and finally it is 9 o'clock or 9 of the clock. So ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ടൈം പറയുന്നത്. Hope this information is useful for you. Thank you.